നമസ്കാരം. ഞാൻ BJP-കാരനല്ല, പക്ഷേ NDAക്ക് വോട്ട് ചെയ്യണം. സ്റ്റേലിംഗ് കമ്മിറ്റി ആരംഭിക്കുന്നു. അവസരങ്ങൾ കൈവരുമ്പോൾ അത് ബുദ്ധിപൂർവം ഉപയോഗിക്കാതെ പിന്നെ നമ്മൾ അടുത്ത 5 വർഷവും ദുഃഖിച്ചിട്ട് കാര്യമില്ല. കഴിഞ്ഞ 10 വർഷവും നമ്മൾ നമ്മുടെ തുറമുഖത്തിന് വേണ്ടി, സ്റ്റേലിംഗ് കമ്മിറ്റിയുടെ രാഷ്ട്രീയം തുറമുഖമാണ്. തുറമുഖത്തിലൂടെ തലസ്ഥാന ജില്ലയുടെയും കേരള സംസ്ഥാനത്തിന്റെയും ഇന്ത്യ മഹാരാജ്യത്തിന്റെയും വികസനമാണ്, തൊഴിലില്ലായ്മ പരിഹരിക്കലാണ്, ലോകത്തിലെ നമ്പർ 1 രാജ്യമായി ഇന്ത്യ വളരുക എന്നുള്ളതൊക്കെയാണ്. അതാണ് സ്റ്റേലിംഗ് കമ്മിറ്റിയുടെ രാഷ്ട്രീയം. തുടക്കകാലത്ത് ഇടതുപക്ഷത്തെ ഏതാണ്ട് ഒരു അടിമയെപ്പോലെ പിന്തുടർന്ന് അവർക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതോർത്ത് ഇപ്പോൾ ദുഃഖിക്കുകയാണ്. കാരണം 10 വർഷം തുടർച്ചയായി അധികാരം ലഭിച്ചിട്ട് തലസ്ഥാന ജില്ലയ്ക്കോ കേരളത്തിനോ പ്രയോജനം ചെയ്യുന്ന കാര്യമായി യാതൊന്നും ചെയ്യാതെ വീണ്ടും അധികാരത്തിൽ വരാൻ വേണ്ടി അവർ മത്സരിക്കുകയാണ്. ചിലർ പറയും ഇപ്പോൾ തുറമുഖം പൂർത്തിയാക്കിയില്ലയോ. തുറമുഖം പൂർത്തിയാക്കേണ്ടി വന്നത് ഓർമ്മയുണ്ടല്ലോ. ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് ഈ പദ്ധതിയുടെ തുകയ്ക്ക് തുല്യമായ അഴിമതി ആരോപിച്ച വ്യക്തിയാണ് അദ്ദേഹം. അങ്ങനെയുള്ള അദ്ദേഹത്തിന് ഇത് മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാൻ കഴിയില്ല. കരാറ് ലംഘിച്ചാൽ അദ്ദേഹത്തിന്റെ തറവാട്ടിൽ നിന്ന് പണം എടുത്തു കൊടുക്കേണ്ടി വരും അദാനിക്ക്. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം തുറമുഖത്തിന്റെ തുടർന്നുള്ള പ്രവർത്തനത്തിന് സഹകരിച്ചത്, അനുമതി നൽകിയത്. എന്നാൽ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നെങ്കിൽ ഗേറ്റ് എന്താണ് ഇപ്പോഴും തുറക്കാത്തത്, റോഡ് എന്താണ് ഇപ്പോഴും കണക്ട് ചെയ്യാത്തത്? ഇപ്പൊ ചിലർ പറയും ദേശീയപാതയാണ് കണക്ട് ചെയ്യേണ്ടത്. ഏത് ദേശീയപാതയെ കൊണ്ടും ഇതൊക്കെ നടത്തിക്കാനാണ് പരമാധികാരം സംസ്ഥാന സർക്കാരിന് നൽകുന്നത്. ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ഇതൊക്കെ വേഗത്തിൽ നടക്കുമെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം നടക്കുന്നില്ല? മറ്റെല്ലാ ജില്ലകളിലും ഇതൊക്കെ നടക്കുമെങ്കിൽ എന്തുകൊണ്ട് തലസ്ഥാന ജില്ലയിൽ മാത്രം ഇതൊന്നും നടക്കുന്നില്ല? അപ്പോ ഇവർ ഇനി അടുത്ത 5 കൊല്ലം എന്ത് ചെയ്യുമെന്ന് അറിയണമെങ്കിൽ നമ്മൾ അവരുടെ പ്രകടന പത്രിക, വാസ്തവത്തിൽ അത് വെറും പ്രകടനം മാത്രമാണ്, അല്ലാതെ ആത്മാർത്ഥതയുള്ള ഒരു കാര്യവും അതിനകത്ത് എഴുതി വെച്ചിട്ടില്ല എന്നുള്ളത് കഴിഞ്ഞ 10 വർഷത്തിന്റെ അനുഭവത്തിൽ നമുക്ക് മനസ്സിലാകും. തലസ്ഥാനം വീണ്ടും കബളിപ്പിക്കപ്പെടാതിരിക്കാൻ ഈ എപ്പിസോഡ് ഞാൻ അങ്ങനെ എപ്പോഴും ഇത് ഫോർവേഡ് ചെയ്ത് കൊടുക്കണമെന്ന് ഒരിക്കൽ പോലും പറഞ്ഞതായിട്ട് ഓർമ്മയില്ല. പക്ഷെ ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ ഞാൻ പറയാറുണ്ട്, ഈ എപ്പിസോഡ് പരമാവധി ആളുകൾക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കണം. കാരണം നാളെയാണ് തെരഞ്ഞെടുപ്പ്. വീണ്ടും അവർ 5 കൊല്ലത്തേക്ക് പറ്റിക്കപ്പെടാൻ പാടില്ല. രാഷ്ട്രീയ നിലപാടുകൾ എടുക്കണം, യാതൊരു സംശയവുമില്ല. കൃത്യമായും വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കണം. അതിന് ഏറ്റവും ഫലപ്രദമായ ഒരു മാർഗം തെരഞ്ഞെടുപ്പാണ്. LDFന്റെ പ്രകടന പത്രിക ഇനി വായിച്ചിട്ട് കാര്യമില്ല. കാരണം 10 കൊല്ലം അവർ കിട്ടിയിട്ട് യാതൊന്നും ചെയ്യാതെ 1 സെന്റ് ഭൂമി പോലും, ഒരു തൊഴിലവസരം പോലും പോർട്ടിന് പുറത്ത് സൃഷ്ടിക്കാതിരുന്നവർ ഇനി എന്ത് മായാജാലം കാണിക്കുമെന്ന് പറഞ്ഞാലും നമ്മൾ വിശ്വസിച്ചിട്ട് ഒരു കാര്യവുമില്ല. വീണ്ടും കബളിപ്പിക്കപ്പെടും എന്നുറപ്പാണ്. പിന്നെ UDF എന്ന് പറയുന്ന ആരാണ്? മുഖ്യമന്ത്രിയാകാൻ ഉടുപ്പൊക്കെ തെച്ചുവെച്ചിരിക്കുന്ന ആളാണ്. 140 ദിവസം ഇവിടെ സൃഷ്ടിച്ചയാൾ, അതിന് എരിവും പുളിവും പകർന്നു നൽകിയ, സമര പന്തലിൽ വന്നിരുന്നുകൊണ്ട് യാതൊരു കാരണവശാലും ഈ തുറമുഖം മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ച ആളാണ് ശ്രീ VD സതീശൻ. രേഖകൾ ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. അപ്പോൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇനിയുള്ള കാലങ്ങളിൽ കബളിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ വീണ്ടും കബളിപ്പിക്കപ്പെടും. എന്നാലും UDFന്റെ 104 പേജുണ്ട് UDFന്റെ പ്രകടന പത്രിക. കാരണം 10 വർഷം അവർ അധികാരത്തിൽ ഇല്ലായിരുന്നല്ലോ. അവരെന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? അവർക്ക് വിഴിഞ്ഞം എന്ന് പറയുന്നത് മറ്റ് തുറമുഖങ്ങളെ പോലെ തന്നെയാണ്. വിഴിഞ്ഞം, കൊച്ചി, ബേപ്പൂർ മറ്റ് തുറമുഖത്തിന്റെ അതേ നിലവാരമാണ്. അപ്പൊ അവർക്ക് വേണ്ടി പറയണമല്ലോ. കൊച്ചിക്കും ബേപ്പൂരും പറയുന്നത് കൊണ്ട് അതിന്റെ കൂടെ വിഴിഞ്ഞവും കൂടെ പറയുന്നു എന്നേ ഉള്ളൂ. വിഴിഞ്ഞം, കൊച്ചി, ബേപ്പൂർ തുറമുഖങ്ങൾക്ക് ചുറ്റുമുള്ള കയറ്റുമതി അധിഷ്ഠിത യൂണിറ്റുകൾക്കായി പ്രത്യേക സാമ്പത്തിക സോൺ ഏർപ്പെടുത്തും. അപ്പോ അവരധികാരത്തിലിരുന്നപ്പോൾ ഏതൊക്കെ സോൺ എവിടെയൊക്കെ ഏർപ്പെടുത്തി എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് ഈ പറഞ്ഞ വാചകത്തിന്റെ പൊള്ളത്തരം പിടികിട്ടും. ഒരു വരി, ഈ 104 പേജിന്റെ ഇടയിൽ ഒരു വരിയുണ്ട്. തിരുവനന്തപുരത്തെ ഹൈക്കോടതി ബെഞ്ച് സ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കും. അടിയുടെ സിമ്പൽ.
UDFന്റെ ഒരു മുഖ്യമന്ത്രി ഡൽഹിയിൽ ചെന്ന് അന്നത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നേരിട്ട് കണ്ട് പറഞ്ഞതാണ് ഒരു കാരണവശാലും തിരുവനന്തപുരത്ത് ഹൈക്കോടതി ബെഞ്ച് അനുവദിക്കരുത്. കേരളം ഭരിച്ച ഒരു UDF മുഖ്യമന്ത്രി ആരെങ്കിലും ചലഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ തെളിവ് നിരത്താം. ചീഫ് ജസ്റ്റിസിനെ കണ്ട് നേരിട്ട് പറഞ്ഞു ഒരു കാരണവശാലും, കാരണം അത്ര തീവ്രമായി ആ സമരം നടക്കുകയായിരുന്നു. ഹൈക്കോടതി ബെഞ്ചിന് വേണ്ടിയുള്ള സമരം നടക്കുന്ന സമയത്ത് അത് പൂർണ്ണമായും അടിച്ചമർത്തി ഒരു കാരണവശാലും തലസ്ഥാന ബെഞ്ച് അനുവദിക്കരുത് എന്ന് ചീഫ് ജസ്റ്റിസിനോട് പറഞ്ഞ UDF മുഖ്യമന്ത്രി ഭരിച്ചിരുന്ന കേരളത്തിലാണ് ഇപ്പോൾ എഴുതി വച്ചിരിക്കുന്നത് ട്രിവാൻഡ്രത്ത് ഹൈക്കോടതി ബെഞ്ച് സ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കും. അടുത്തത്, കോഴിക്കോടിന്റെ സമഗ്ര വികസനത്തിനായി കോഴിക്കോട് ഡെവലപ്മെന്റ് അതോറിറ്റി പുനർരൂപീകരിക്കും. തലസ്ഥാനത്തെ കുറിച്ച് അങ്ങനെയൊന്നുമില്ല. കോഴിക്കോട് രൂപീകരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ വാദം, ഞങ്ങളുടെ അഭിപ്രായം. കോഴിക്കോട് ഇതൊക്കെ രൂപീകരിക്കണം. കോഴിക്കോടിന്റെ സമഗ്ര വികസനത്തിന്, ആ വാക്കു പ്രത്യേകം ശ്രദ്ധിച്ചോളണം, കോഴിക്കോടിന്റെ സമഗ്ര വികസനത്തിനായി. അപ്പോ തെരഞ്ഞെടുക്കപ്പെട്ടു വരുന്നത് ആർക്കു വേണ്ടിയാണെന്ന് മനസ്സിലായല്ലോ. ഞങ്ങൾക്കെതിരില്ല. ഇവിടെ ഇത്തരം കാര്യങ്ങൾ നടത്താത്തത് കൊണ്ട് മാത്രമാണ് പരിഭവം. മറ്റ് 13 ജില്ലയ്ക്കും സമഗ്രവും സാമ്പത്തികവുമായ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള എല്ലാ നടപടികളും സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അടുത്തത്, IT, ലോജിസ്റ്റിക്സ്, വ്യോമയാന പരിശീലനം, MRO സേവനങ്ങൾ എന്നിവ സംയോജിപ്പിച്ച് കൊച്ചിയിൽ ലോകോത്തര എയ്റോ സിറ്റി രൂപീകരിക്കും. എയ്റോ സിറ്റി വികസിപ്പിക്കും. അപ്പൊ കോഴിക്കോടായി, കൊച്ചിയായി. ഞങ്ങൾക്ക് വിരോധമില്ല. കൊച്ചിക്കും കോഴിക്കോടിനും ലോകോത്തര നഗരങ്ങളായി വികസിപ്പിക്കണം. തലസ്ഥാനം എവിടെ പോയി? തലസ്ഥാനത്ത് അങ്ങനെ ഒരു ലോകോത്തര നയം, കാഴ്ചപ്പാട് എന്തെങ്കിലും ഉണ്ടോ? വോട്ടർമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. UDF വന്നാൽ ഏതൊക്കെ ജില്ലയാണ് അവർ ശ്രദ്ധിക്കാൻ പോകുന്നത്, ഏതൊക്കെ ജില്ലയാണ് അവർ വികസിപ്പിക്കാൻ പോകുന്നത് എന്നുള്ള വിവരം കൃത്യമായി അവർ എഴുതി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് 104 പേജൊന്നും വായിക്കാൻ നേരമില്ലല്ലോ. ഞാൻ അരിച്ചു പെറുക്കിയെടുത്ത കാര്യമാണ്. വിഴിഞ്ഞം തുറമുഖം തകർക്കാനിരുന്നവർ, മറ്റു ജില്ലകളെ വികസിപ്പിക്കുമെന്ന് വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നവർ, ഹൈക്കോടതി ബെഞ്ചിലൂടെ വീണ്ടും നമ്മളെ കബളിപ്പിക്കാൻ മുന്നിട്ടിറക്കുന്നവർക്ക് യാതൊരു കാരണവശാലും വോട്ട് നൽകരുത് എന്നാണ് അഭിപ്രായം. ഇനി 3 മുന്നണികളുടെയും കൂട്ടത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ BJPക്കാരല്ല. എന്റെ രാഷ്ട്രീയം തുറമുഖ രാഷ്ട്രീയമാണ്. ആ തുറമുഖം കേരളത്തിന്റെ തൊഴിലില്ലായ്മ പൂർണ്ണമായും പരിഹരിക്കും. വേണ്ട വിധത്തിൽ അത് കൈകാര്യം ചെയ്താൽ. അതിന് അല്പം ആശ്വാസം നൽകുന്ന വരികൾ എഴുതി വെച്ചിട്ടുള്ളത് NDAയുടെ പ്രകടന പത്രികയിൽ മാത്രമാണ്. അതുകൊണ്ടാണ് NDAക്ക് വോട്ട് നൽകണമെന്ന് ഞാൻ ധൈര്യപൂർവ്വം പറയുന്നത്. വി വിൽ ഡെവലപ്പ് വേൾഡ് ക്ലാസ് ലോജിസ്റ്റിക്കൽ. വേൾഡ് ക്ലാസ് എന്ന് പറഞ്ഞ് അവർ കാണുന്നത് തലസ്ഥാന ജില്ലയാണ്. വി വിൽ ഡെവലപ്പ് വേൾഡ് ക്ലാസ് ലോജിസ്റ്റിക്കൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ അറൌണ്ട് വിഴിഞ്ഞം പോർട്ട് ടു എൻഷുവർ ദാറ്റ് the full benefits of port-led development accrue to Kerala. തുറമുഖത്തിന്റെ എല്ലാ വളർച്ചയും നേട്ടങ്ങളും കേരളത്തിന് പ്രയോജനം, തിരുവനന്തപുരത്തിനല്ല കേരളത്തിന് പ്രയോജനം ചെയ്യുന്ന രീതിയിൽ അവർ വളർത്തും. വേറെ ആർക്കാണ് വോട്ട് കൊടുക്കേണ്ടത്? ഷിപ്പ്, അതിന്റെ എണ്ണി അവർ പറയുന്നുണ്ട്. ഷിപ്പ് റിപ്പയർ ആൻഡ് മറൈൻ എഞ്ചിനീയറിംഗ് ക്ലസ്റ്റർ. പൂവാറിൽ കപ്പൽശാല നിർമ്മിക്കുമെന്ന് ബജറ്റിൽ എഴുതി പ്രസംഗിച്ചവർ പിന്നെ ഇവിടെ നിന്ന് ചുരുട്ടിക്കൂട്ടി വേറെ എവിടെയോ കൊണ്ടുപോകാൻ ശ്രമിച്ചവർക്ക് വോട്ട് നൽകണമോ എന്ന് ചിന്തിക്കണം. എലവേറ്റഡ് ഡബിൾ റെയിൽ ലൈൻ ഫ്രം നേമം യാർഡ്. ഇന്ന് തുരങ്കപാത എന്ന് പറയുന്നതല്ലാതെ യാതൊന്നും കേൾക്കുന്നില്ല. അത് വരുമോ വരില്ലയോ എന്നറിയില്ല. അതുപോലും 2 ലൈൻ വേണമെന്ന് പറയുന്നിടത്തും നിശബ്ദത പാലിക്കുന്നു. ഡബിൾ ഡെക്കർ ലൈൻ വേണമെന്ന് പറയുന്നിടത്തും നിശബ്ദത പാലിക്കുന്നു. അങ്ങനെ അത് തർക്കത്തിൽ കിടക്കുകയോ അല്ലെങ്കിൽ യാഥാർത്ഥ്യമാകാതെ ഇരിക്കുകയോ ചെയ്യുമ്പോൾ എലവേറ്റഡ് ആകാശപാത 2 ലൈൻ എന്ന് പറയുമ്പോൾ വേറെ ആർക്കാണ് വോട്ട് നൽകേണ്ടത്? കേരള മാരിടൈം യൂണിവേഴ്സിറ്റി ആൻഡ് ഓഷ്യൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. വരും തലമുറ, ഭാവി തലമുറയെ പഠിപ്പിച്ചെടുക്കണമെങ്കിൽ കോളേജുകൾ, സർവകലാശാലകൾ വളരെ വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ഒരു വാഗ്ദാനവും NDA നൽകുന്നുണ്ട്. കേരള മാരിടൈം യൂണിവേഴ്സിറ്റി ആൻഡ് ഓഷ്യൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഡെഡിക്കേറ്റഡ് ഇൻഡസ്ട്രിയൽ കോറിഡോർ സറൗണ്ടിംഗ് വിഴിഞ്ഞം പോർട്ട് ടു അട്രാക്ട് global manufacturing units and create thousands of local jobs. ഈ അവസാനത്തെ ഒരെണ്ണം മതിയല്ലോ നമ്മൾ NDAക്ക് വോട്ട് കൊടുക്കാൻ. നമ്മൾ സ്വപ്നം കാണുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് ലോകത്തുള്ള സ്ഥാപനങ്ങളെ ഇവിടെ കൊണ്ടുവരാനും ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും കഴിയുന്ന തരത്തിൽ
ഡെഡിക്കേറ്റഡ് ഇൻഡസ്ട്രിയൽ കോറിഡോർ സറൗണ്ടിങ് വിഴിഞ്ഞം പോർട്ട്. അങ്ങനെ കൃത്യമായും തലസ്ഥാനത്തിന്റെ വളർച്ചയിലൂടെ കേരളത്തെയും ഇന്ത്യയും രക്ഷപ്പെടുത്തുന്ന നയം പ്രഖ്യാപിച്ചിരിക്കുന്ന NDAക്കല്ലാതെ വേറെ ആർക്കാണ് വോട്ട് നൽകേണ്ടത്? നിങ്ങൾക്ക് ഇപ്പോഴും വോട്ടുകൾ നൽകാനുള്ള എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട്. ദയവ് ചെയ്ത് അങ്ങനെ വോട്ടുകൾ പാഴാക്കിയിട്ട് സീലിംഗ് കമ്മിറ്ററിയിൽ വന്നിരുന്ന് അത് ചെയ്യുന്നില്ല, ഇത് ചെയ്യുന്നില്ല, UDF അങ്ങനെ ചെയ്തു, LDF ഇങ്ങനെ ചെയ്തു എന്ന് ദയവ് ചെയ്ത് പറയാതെ അവനവന്റെ അവകാശം പൂർണ്ണ ബോധ്യത്തോടെ ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ട് അല്പസമയത്തിനുള്ളിൽ നിങ്ങൾ വിനിയോഗിക്കുക. അത് മറ്റുള്ളവരെയും കൂടി അറിയിക്കുവാൻ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക.